വലിയ ബുദ്ധിമുട്ടുള്ളൊരു പ്രക്രിയയാണ് ഈ സാഹചര്യത്തിൽ ഒരു നല്ല ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. സിൽവർ ലൈനിനെ എതിർത്തവർ അതിന് സമാന്തരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് വെറും കണ്ണിൽ പൊടിയിടുന്നത് പോലെയാകും. സൗജന്യ യാത്ര വന്നതോടുകൂടി യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ആദ്യ ദിവസങ്ങളിൽ കൂടിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് അസാധാരണമായ രീതിയിൽ സ്ത്രീകൾ വിനിയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ബാധ്യതയിലേക്ക് അത് വരും. ഇപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ ബസ്സുകൾ വളരെ സ്ട്രഗിളായി കഴിഞ്ഞു. ബഡ്ജറ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ മുന്നിലുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലും സംസ്ഥാനം വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി തന്നെ കൂട്ടിച്ചേർത്ത് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇതിനിടയിൽ വലിയ പ്രഖ്യാപനങ്ങളുണ്ട്, ജനക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായ പ്രഖ്യാപനങ്ങളൊക്കെ അദ്ദേഹം പലപ്പോഴായി നടത്തിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഒരു ധവളപത്രം കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തിക്കൊണ്ട്. പക്ഷേ ആ ധവളപത്രവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി എന്തൊക്കെയാണെങ്കിലും മികവുറ്റ വികസന പ്രവർത്തനങ്ങൾ ഒപ്പം ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതാണ് UDF ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ബഡ്ജറ്റ് അടുത്തിരിക്കുന്ന സമയത്ത് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും അധ്യാപകനുമായിരുന്ന ശ്രീ മാർട്ടിൻ സാർ നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെ കാണുന്നു ഈ ബഡ്ജറ്റ്? നമുക്ക് പിന്നീട് എന്താണ് വിസ്മയ ബഡ്ജറ്റ് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരു വിസ്മയം തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ വലിയ ബുദ്ധിമുട്ടുള്ളൊരു പ്രക്രിയയാണ് ഈ സാഹചര്യത്തിൽ ഒരു നല്ല ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. കാരണം ഒന്ന്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അതിന് ഞാൻ പ്രതിസന്ധി എന്ന് പറഞ്ഞില്ലെങ്കിലും ഒരു സാമ്പത്തിക ഞെരുക്കമുണ്ട്. അതിനിടയിൽ തന്നെ ഈ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യതയുമുണ്ട്. അതിൽ നിന്ന് പിന്തിരിയുമെന്നുള്ള ഒരു പ്രഖ്യാപനവും ഇതുവരെ ഇല്ല. അപ്പോൾ സാധ്യത എന്താണെന്ന് വെച്ചാൽ ക്ഷേമപ്രവർത്തനങ്ങൾ, പഴയ ക്ഷേമപ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം. ഇപ്പോൾ തന്നെ എന്തെങ്കിലും അരിയറുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കണം, അത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കും. മുടങ്ങാതെ തന്നെ ക്ഷേമ പെൻഷൻ കൊടുക്കണം, അതിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കും. ഇപ്പം തന്നെ പ്രിയദർശിനി പ്രോജക്റ്റ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിൻ്റെ ക്ലേശം ഉണ്ട്. ഇതെല്ലാം കൂടി അതെല്ലാം ബഡ്ജറ്റ് അലോക്കേഷനിലാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും ധാരാളം പണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ എടുത്തു മാറ്റുമെന്നുള്ള ഒരു വലിയ ചോദ്യം വരും. അതുകൊണ്ടിട്ട് ധനമന്ത്രി ശ്രദ്ധിക്കുക, നികുതി വരുമാനം മെച്ചപ്പെടുത്തുന്നതിന് നിലവിലുള്ള മെഷീനറിയെ കാര്യക്ഷമമാക്കിയിട്ട് ഒരു 12% GST ഗ്രോത്ത് റേറ്റ് വരത്തക്ക രീതിയിൽ ശ്രമം നടത്തും. അതാണ് ഒരു ധനമന്ത്രിയുടെ ഒരു ലക്ഷ്യം. അതിലേക്കായിരിക്കും കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത. അതുപോലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മളുടെ നികുതിയേതര വരുമാനങ്ങൾ നന്നായിട്ട് വർദ്ധിക്കുന്നുണ്ട്. അത് നമുക്ക് വലിയൊരു സാധ്യതയാണുള്ളത്. അപ്പോൾ നികുതിയേതര വരുമാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിട്ട് വരുമാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കടന്നു വരും. ധനമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ധാരാളം നികുതി കുടിശ്ശിക നിലനിൽക്കുന്നുണ്ട്, അത് സർക്കാർ പിരിച്ചെടുക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടെന്ന്. അതിലെന്ത് നിർദ്ദേശമാണ് ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുക, അതെത്ര ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഞങ്ങളെപ്പോലുള്ളവർ ഉറ്റുനോക്കുന്നതാണ്. അതൊരു എന്ത് കണ്ട് പ്രതീക്ഷയ്ക്ക് വക നൽകുമെന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. മുൻ സർക്കാരിൻ്റെ കാലത്ത് ഈ നികുതി കുടിശ്ശിക പിരിക്കുന്നതിനുള്ള ആംനസ്റ്റി സ്കീമൊന്നും ആശിച്ച രീതിയിൽ വിജയിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ഗിമ്മിക്സാണ് ഇനി കാണിക്കാൻ പോകുന്നത്, എന്ത് വിസ്മയമാണ് ഇതിൽ വരാൻ പോകുന്നതെന്നുള്ള ഒരു സാധനം നമ്മൾ കാണേണ്ടതുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് വരുമ്പോൾ കിഫ്ബിയോടുള്ള ഈ സർക്കാരിൻ്റെ നിലപാടാണ് വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നത്. അപ്പോൾ കിഫ്ബി നിർത്തിക്കളയുമോ അതോ അത് പിന്നീട് മോഡിഫൈ ചെയ്ത് പുതിയ രീതിയിൽ കൊണ്ടുവന്നിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുമോ എന്നുള്ള കാര്യം ഇനിയും നമ്മൾ അത് വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിനിപ്പോൾ ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്, ആ ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
കിഫ്ബിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു തുടക്കത്തിൽ അവരുടെ ഒരു അജണ്ട എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു പ്രിയദർശിനി, അതുപോലെ ഈ വിദ്യാർത്ഥിനികൾക്കുള്ള സാമ്പത്തിക സഹായം, വയോജനക്ഷേമം, അതിനെല്ലാം ഉപരിയായിട്ട് പുതിയ ഇൻഷുറൻസ് പദ്ധതി 25 ലക്ഷത്തിൻ്റെ. ഇതിനുള്ള തുക എങ്ങനെ സർക്കാരിന് കണ്ടെത്താൻ കഴിയും? ഇതിപ്പോൾ ഉടനെ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ നടപ്പിലാക്കിയതിനപ്പുറം ബാക്കി ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ വർഷം നടപ്പിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വരും വർഷങ്ങളിൽ നടപ്പിലാക്കി 5 വർഷം കൊണ്ടിട്ട് ഇത് നടപ്പിലാക്കി ജനങ്ങളുടെ മുൻപിൽ വീണ്ടും ഇലക്ഷന് വരുന്ന ഒരു രീതിയിലേ ശ്രമിക്കുകയുള്ളൂ. ആണ് ഇപ്പോൾ പ്രിയദർശിനി പ്രോഗ്രാം തന്നെ അതിൻ്റെ ആ പ്രോജക്റ്റിന് തന്നെ വർഷം തോറും ഉണ്ടായി വരുന്ന അധിക ചെലവ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഗതാഗത വകുപ്പിന് കൊടുക്കണം. ഓൾറെഡി ഗതാഗത വകുപ്പിന് സപ്പോർട്ടോടു കൂടിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്, ഗതാഗത വകുപ്പും മുന്നോട്ട് പോകുന്നത്. 1200 കോടി രൂപയോളം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പ്രിയദർശിനി പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. സൗജന്യ യാത്ര വന്നതോടുകൂടി യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം ആദ്യ ദിവസങ്ങളിൽ കൂടിയിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് അസാധാരണമായ രീതിയിൽ സ്ത്രീകൾ വിനിയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ ബാധ്യതയിലേക്ക് അത് വരും. അത് സ്വാഭാവികമായിട്ടും പ്രശ്നമുണ്ടാകും. ഇവിടെ സത്യത്തിൽ ഈ പ്രോജക്റ്റ് കൊണ്ടിട്ട് എന്തുമാത്രം സമൂഹത്തിന് ഗുണമുണ്ടാകുമെന്നുള്ള ഒരു വിശകലനവും നടത്താതുള്ളൊരു പ്രഖ്യാപനമാണ്. ഇപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ ബസ്സുകൾ വളരെ സ്ട്രഗിളായി കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന നഷ്ടവും പ്രൈവറ്റ് ബസ് എക്കോണമിയിൽ നടത്തുന്ന സഹായവും അതിൻ്റെ സംഭാവനകളുമൊക്കെ കുറഞ്ഞു പോകും. അപ്പോൾ അതൊരു നഷ്ടമാണ് ഇതിൻ്റെ പേരിൽ നടത്തുമ്പോൾ. മറ്റു പല കാര്യങ്ങളുമുണ്ട്. എത്ര കണ്ട് ഇത് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകും എന്നുള്ളത് നമ്മൾ ഇനിയും പരിശോധിക്കേണ്ടതാണ്. ഒരു 2-3 മാസം കഴിഞ്ഞെങ്കിലും അതൊന്ന് വിശകലനം ചെയ്യേണ്ടതാണ്. ഏതുതരം യാത്രക്കാരാണ് ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്തതെന്നും ആശിച്ച രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും അത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല. സർക്കാരിൻ്റെ മുന്നിൽ ഈ ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം നടത്താനുള്ള പരിമിതികളുണ്ട്. പ്രത്യേകിച്ച് 25 ലക്ഷം ഇൻഷുറൻസ് കൊടുത്തിട്ട് കേരളത്തിലെ കുടുംബങ്ങളെ സഹായിക്കുമെന്നൊക്കെ പറയുന്നത് എത്ര കണ്ട് പ്രാവർത്തികമാക്കുമെന്നുള്ളൊരാശങ്ക ഇപ്പോഴും ഉണ്ട്. അതെങ്ങനെയാണ്, അതെന്തെങ്കിലും പരിമിതപ്പെടുത്തി ഏതാനും ഒരു ചെറിയ വിഭാഗത്തിന് കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു ശ്രമമൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കൊടുക്കും എന്നുള്ളതും നമുക്ക് അതിൻ്റെ എടുത്തുചാടി ഒരു തീരുമാനം എനിക്ക് തോന്നുന്നില്ല ഈ ബഡ്ജറ്റിലുണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ തന്നെ ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിലേക്ക് പരിമിതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനമായിരിക്കും ഉണ്ടാവുക. നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്, അതിൻ്റെ സ്രോതസ്സ്, അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അപ്പോൾ ഈ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു സംഗതി ഈ ബഡ്ജറ്റിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവും. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ പതിവായിട്ട് സൂചിപ്പിക്കുന്നത് പോലെ, ഒന്ന്, നികുതി വരുമാനം, പ്രത്യേകിച്ച് GST വരുമാനം മെച്ചപ്പെടുത്താനുള്ള ടാക്സ് മെഷീനറി എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതായിരിക്കും ഒരു നിർദ്ദേശം. അതൊരു കുറഞ്ഞതൊരു 12% വളർച്ചയെങ്കിലും നേടിയെടുക്കണമെന്നുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചാൽ നമുക്ക് കൈവരിക്കാവുന്നതേ ഉള്ളൂ. രണ്ടാമതായിട്ടുണ്ടാകാവുന്ന ഒരു നിർദ്ദേശം തന്നെ അതിനകത്ത് ഗോൾഡിന് ഒന്ന് സ്പെഷ്യലായിട്ട് ഊന്നൽ കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഗോൾഡിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട നികുതി പിരിവ് വളരെ കുറവാണ്. നമ്മൾ അർഹിക്കുന്ന രീതിയിൽ അത് പിരിച്ചെടുക്കുന്നില്ല. അപ്പോൾ അതിൽ വേ ബിൽ സിസ്റ്റമൊക്കെ കാര്യക്ഷമമാക്കിക്കൊണ്ടിട്ട് ഗോൾഡ് ടാക്സ് വളരെ മെച്ചപ്പെടുത്താനുള്ള ഒരു നിർദ്ദേശമുണ്ടാകും. ഈ 2 മേഖലയായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുന്നത്. GSTക്ക് അകത്ത് തന്നെ ഗോൾഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം വളരെ മെച്ചപ്പെടുത്താനും ശ്രമിക്കും. മറ്റൊരു നിർദ്ദേശം ഉണ്ടാകാനുള്ള ഒരു സാധ്യത നോൺ ടാക്സ് റവന്യൂ ആണ്. ഇപ്പം ഗതാഗത മേഖലയുമായിട്ട്, അത് ഗതാഗത വകുപ്പുമായിട്ട് സംയോജിച്ച് കൊണ്ടിട്ട് അവർക്ക് പിന്നീട് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവരുടെ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ നിന്നുള്ള വരുമാനം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇനിയും ഊർജ്ജസ്വലമാക്കും. അധികം കിടക്കുന്ന കൊമേഴ്ഷ്യൽ ബിൽഡിങ് വളരെ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുക, കൂടുതൽ കൊമേഴ്ഷ്യൽ ബിൽഡിങ് സൃഷ്ടിച്ചു കൊണ്ടിട്ട് അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കുക. അതുപോലെ തന്നെ മറ്റ് നികുതിയേതര വരുമാനങ്ങളിലെല്ലാം ശ്രദ്ധ കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു നിർദ്ദേശം വളരെ കാര്യക്ഷമമായിട്ടുണ്ടാകും. കാരണം 40% വളർച്ച നമുക്ക്
ഇക്കാര്യത്തിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനിയും കൂട്ടിയെടുക്കാനുള്ള ഒരു സാധ്യത കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട്, അതിനൊരു സംശയവുമില്ല. പക്ഷേ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതുകൊണ്ടിട്ട് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകത്തില്ല. നമ്മളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിൻ്റെ ഒരു ചെറിയ അളവ് വരെ അത് സഹായകരമാകും എന്ന് മാത്രമേ ഉള്ളൂ. ചിലവ് ചുരുക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇപ്പം തന്നെ ചിലവ് ചുരുക്കിയാണ് പോകുന്നത്. വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യത്തിലായാലും തന്നെയും മറ്റേ ഇതൊക്കെ അത് ഏതൊക്കെ രീതിയിലായിരിക്കും ചിലവ് ചുരുക്കൽ വേണ്ടി വരിക? വീണ്ടും അത് സങ്കീർണമായ പ്രശ്നമാണ്. ചിലവ് ചുരുക്കുക എന്ന് തൽക്കാലം പറഞ്ഞു കഴിഞ്ഞ് തീർന്നാൽ നമ്മളുടെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് വളരെ കൂടിയിരിക്കുന്നത്. ധവളപത്രത്തിൽ അത് എടുത്തു പറയുന്നുണ്ട്. 77% റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെത് പോകുന്നത്. കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറിൽ സാലറി, പെൻഷൻ, പലിശ എന്ന ഇനങ്ങളിൽ. അപ്പോൾ ഇവിടെ സാലറിയുടെ കാര്യത്തിൽ സത്യത്തിൽ നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ പ്രപ്പോർഷൻ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്, കൂടി വരുന്നതായിട്ടല്ല കാണുന്നത്. എന്നാൽ പെൻഷനും പലിശയും കൂടുന്നു. പെൻഷനിൽ വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു, പലിശയിലും അതേസമയം തന്നെ കടമെടുക്കുന്നത് കൊണ്ട് പലിശയും കൂടുന്നു. ഇത് 2 പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു മേഖലയെന്ന് പറയുന്നത് പലിശയാണ് ആദ്യം. അപ്പോൾ അതിനെന്താ ചെയ്യുക? ഇപ്പോൾ ധനമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പലിശ കുറഞ്ഞ വായ്പകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞിരുന്നാൽ പലിശയുടെ ബേർഡൻ ഒരല്പം കുറയ്ക്കും. ഇത് ഒറ്റയടിക്കൊന്നും കുറയ്ക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതിനൊരു തുടക്കം കുറിച്ചാൽ ഒരു 5 വർഷം കൊണ്ടിട്ട് ചിലപ്പോൾ പലിശയുടെ ഒരു പ്രപ്പോർഷൻ, അതിൻ്റെ ബാധ്യത നമുക്ക് കുറയ്ക്കാൻ ഒരു സാധ്യത ഉണ്ടാവും. പെൻഷനെ സംബന്ധിച്ചും കുറയ്ക്കാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ കഴിയുന്നില്ല. സാലറിയുടെ കാര്യത്തിലും പെട്ടെന്ന് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് പലിശയിലൊരു ഊന്നൽ കൊടുത്തിട്ടുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ ആയിരിക്കും വരിക. അങ്ങനെ നമുക്ക് ചിലവ് കുറയ്ക്കാൻ കഴിയും. മറ്റൊന്ന് ഒരു സാധ്യതയുള്ളത് ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചറാണ്. വികസന ചെലവ് തൽക്കാലം വളരെയധികം കൂട്ടണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്താൽ ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ അന്നേരം സംസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ അതിന് തടസ്സപ്പെടുത്തും. അപ്പോൾ അവിടെയാണ് ഒരു മാജിക്ക് വരേണ്ടത്. അതെന്താണ് ധനമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന മാജിക് എന്ന് നമുക്ക് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഒരു വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. ഈ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്നൊരു നീക്കം പല സ്ഥലങ്ങളിൽ പലപ്പോഴായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. പക്ഷേ ആ ഒരു നീക്കത്തിന് ഈ സർക്കാർ തയ്യാറാകും. പെൻഷൻ പ്രായം ഉയർത്തണമെന്നുള്ളത് ധവളപത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പിലുള്ള പിന്നീട് ശമ്പള കമ്മീഷനുകളൊക്കെ പറയാതെ പറഞ്ഞിട്ടുമുണ്ട്. അത് സത്യത്തിൽ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി വെച്ചിട്ട് പെൻഷൻ പ്രായം ഉയർത്തേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ സർക്കാർ അത് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഏതായാലും ഈ വർഷം അവർ യുവാക്കളുടെ ഒന്നും എതിർപ്പ് അവഗണിക്കാനുള്ള വഴിയില്ല. യുവാക്കൾക്കും തൊഴിൽ കിട്ടേണ്ടതുണ്ടല്ലോ. അതുകൊണ്ടിട്ട് അവരെ എല്ലാം കയ്യിലെടുത്തുകൊണ്ടിട്ടുള്ള ഒരു പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്ന നിർദ്ദേശം സാവധാനത്തിലേ ഉണ്ടാവൂ എന്നാണ് ഞാൻ കരുതുന്നത്. പലപ്പോഴും നമ്മൾ പറയുന്ന കാർഷിക മേഖലയിലെ വികസനം സ്വാഭാവികമായിട്ടും നമുക്ക് ഈ കൃഷിയുടെ പറമ്പുകളൊക്കെ പോയിക്കൊണ്ട്, പക്ഷേ എന്നാൽ തോട്ടം മേഖല വലിയ പ്രതിസന്ധിയോട് മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് റബ്ബർ കർഷകർ, അതുപോലെ മറ്റ് നാണ്യവിളകളൊക്കെ. അപ്പോൾ അവർക്കൊരു കൈത്താങ്ങുണ്ടാകുമോ? കാർഷിക മേഖലയെ സംബന്ധിച്ചിട്ട് പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഗണ്യമായ സപ്പോർട്ടുണ്ടാകാനുള്ള പരിപാടികൾ പിന്നീട് സാധ്യത ഞാൻ വളരെ കാണുന്നില്ല. കുറച്ച് പ്രോജക്ട്സുകളൊക്കെ പറയും, ചെറിയ അലോക്കേഷൻസൊക്കെ വരും. അങ്ങനെ ആകർഷണീയമായ രീതിയിൽ ബഡ്ജറ്റ് അഗ്രികൾച്ചറിന് അനുകൂലമാണെന്നുള്ളൊരു പ്രതീതിയൊക്കെ സൃഷ്ടിക്കും. പക്ഷേ അവർക്ക് ആവശ്യമായിട്ടുള്ള കൈത്താങ്ങ് കൊടുക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷി ഇന്ന് സർക്കാരിന് ഉണ്ടെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് സർക്കാർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഇവിടെയാണ്. ഈ വികസന പ്രവർത്തനങ്ങളിലെ എല്ലാം ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ സ്വീകരിക്കാൻ പോകുന്ന ഒരു നയമെന്ന് പറയുന്നത് സ്വകാര്യവൽക്കരണത്തെ കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കും. വ്യവസായ മേഖലയിലും കാർഷിക മേഖലയിൽ മാത്രമല്ല, വ്യവസായ മേഖലയിലും സ്വകാര്യ മേഖലയെയും സംരംഭങ്ങളെയും കാര്യമായിട്ട് പ്രോത്സാഹിപ്പിക്കും. ഒപ്പം തന്നെ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഒന്നുകിൽ സ്വകാര്യവൽക്കരിക്കുക, അല്ലെങ്കിൽ ഒരു PPP മോഡൽ, പബ്ലിക് പാർട്ട്ണർഷിപ്പ് മോഡലിൽ അത്
പുനരുദ്ധരിക്കുകയോ ചെയ്യാനുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. അത് എല്ലാമൊന്നും ഉണ്ടാകില്ല. ഒരു 3-4 പബ്ലിക് എൻ്റർപ്രൈസസിനെ തിരഞ്ഞെടുത്തുകൊണ്ടിട്ട് അതിനെ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ കാര്യവൽക്കരണത്തിലേക്ക് പോകുന്ന ഒരു രീതി വരും. അപ്പോൾ സർക്കാരിൻ്റെ ചിലവ് കുറയ്ക്കാൻ പറ്റും. അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് കുറയ്ക്കാൻ പറ്റും. അത് കണ്ടിജൻറ്റ് ലയബിലിറ്റീസിലൂടെയാണ് പല പബ്ലിക് സെക്ടറിനെയും താങ്ങ് കൊടുക്കുന്നതെങ്കിലും അത് ഒഴിവാക്കി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ബാധ്യത തന്നെയാണല്ലോ. ആ ബാധ്യതയിൽ നിന്ന് സർക്കാരിന് കുറച്ച് രക്ഷ കഴിയും. അതിനുള്ള ശ്രമം ഉണ്ടാകും. ചുരുക്കത്തിൽ ഇവരൊരു ഫെസിലിറ്റേറ്റർ, ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്റർ എന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും കൂടുതലുണ്ടാകുന്നത്. ബഡ്ജറ്റ് അലോക്കേഷന് കൂടുതൽ വരുത്താതെ കാർഷിക മേഖലയെ സ്വകാര്യ സംരംഭകർക്ക് അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയായിരിക്കും ബഡ്ജറ്റിൽ കാണാൻ കഴിയുക. നമുക്കിനി ഒരു ഗതാഗത മേഖലയിലേക്കൊന്ന് വരാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കൂടുതൽ വലിയ വിവാദമായതായിരുന്നു, കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ആയിരുന്നു നമ്മുടെ സിൽവർ ലൈൻ, ആ പ്രോജക്റ്റ് തന്നെ കെയറയിൽ എന്ന് പറയുന്ന സംവിധാനം. അതിന് പകരം ഒരു സമാന്തര സംവിധാനത്തെക്കുറിച്ച് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിൻ്റെ ഒരു നീക്കം എങ്ങനെ വേണ്ടിവരും? ഇപ്പോൾ ഒരു അതിവേഗ റെയിൽവേയെ കുറിച്ചിട്ട് നമ്മുടെ മെട്രോമാൻ്റെ നിർദ്ദേശമൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഒരു കാര്യം പുറത്തു വന്നു. അപ്പോൾ തന്നെ പരിസ്ഥിതി പ്രവർത്തകരെല്ലാം അതിനെതിരെ ശബ്ദമുയർത്തി കഴിഞ്ഞു. അത് ശരിയായ പ്രോജക്റ്റ് അല്ല, അത് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യും എന്ന് തന്നെയാണ് അവരുടെ വിലയിരുത്തൽ. സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഈ സർക്കാർ തയ്യാറാകൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം സിൽവർ ലൈനിനെ എതിർത്തവർ അതിന് സമാന്തരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് വെറും കണ്ണിൽ പൊടിയിടുന്നത് പോലെയാകും, അത് ജനങ്ങളെ കളിയാക്കുന്നത് പോലെയാകും. അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് വളരെ സമയമെടുത്തിട്ടുള്ള ഒരു പ്രോജക്റ്റിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളൂ. ഇപ്പോൾ തന്നെ പലരും പറയുന്നത്, വിദഗ്ധന്മാരൊക്കെ പറയുന്നത്, നിലവിലുള്ള റെയിൽവേ ലൈനിൻ്റെ എണ്ണം കൂട്ടിയും മറ്റു വികസന പ്രവർത്തനങ്ങളും നടത്തി നമ്മൾ റെയിൽവേയുടെ ഉപയോഗം കൂടുതൽ ആളുകളിലേക്ക് എത്തത്തക്ക രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ്. അപ്പോൾ പരിസ്ഥിതിക്ക് ദോഷം വരുന്ന ഒരു അതിവേഗ റെയിൽവേ ലൈൻ കേരളത്തിന് ഭൂഷണമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിൽ പരിസ്ഥിതിയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന ധനമന്ത്രി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്ന നിലയിൽ ചിന്തിക്കുന്ന ഒരാൾ അതിലേക്ക് പെട്ടെന്ന് തുനിയുമെന്ന് തോന്നുന്നില്ല. അത് ശരിയാവണ്ണം പരിശോധിച്ചിട്ടായിരിക്കും ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അടുത്ത് നമുക്ക് വരേണ്ടത്, നമുക്കിതിൽ അവസാനിപ്പിക്കാം, കിഫ്ബിയിലേക്ക് വരാം. കാരണം കിഫ്ബി എന്ന് പറയുന്നത് പിന്നെ ഇടത് സർക്കാരിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു, വലിയ വിശ്വാസമായിരുന്നു, വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും കിഫ്ബിയുടെ സഹായം വേണം, അതിലൂടെ മാത്രമേ നടക്കുള്ളൂ എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ പല സ്ഥലങ്ങളിലും എത്തുമ്പോൾ അമിതമായ ചെലവ് അതിൽ നിന്നുണ്ടായിട്ടുണ്ടെന്ന് UDF സർക്കാരും പറയുന്നുണ്ട്. കാരണം നേരിട്ട് ഫണ്ടുകൾ മുഴുവൻ കിഫ്ബിയിലേക്ക് പോകുന്നു, സർക്കാരിൻ്റെ ഒരു മേൽനോട്ടമില്ലായ്മ വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അവർ എന്തായിരിക്കും കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിൻ്റെ പോക്ക്? കിഫ്ബിയെ ഞാനും അന്ന് ഒരു പ്രതീക്ഷയോടുകൂടി തന്നെ കണ്ട ഒരാളാണ്. കിഫ്ബി കേരളത്തിന് ആവശ്യമാണ് എന്ന് തോന്നിയ ഒരാളാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ വരുമാന മാർഗങ്ങളൊക്കെ ഇടിയുകയും അതുകൊണ്ടിട്ട് വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തു. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നിട്ടുള്ള നമ്മളുടെ വരുമാനം കാലാകാലങ്ങളായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക, അതിൻ്റെ ശതമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഈ ഡെവല്യൂഷൻ വഴി വരുന്ന ട്രാൻസ്ഫേഴ്സ്, ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് ചെയ്ത് വരുന്ന നമ്മളുടെ വരുമാനം, നികുതിയിൽ നിന്നിട്ടുള്ള വിഹിതം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മളുടെ ചെലവിൻ്റെ ബാധ്യത വർദ്ധിക്കുകയും കേന്ദ്ര സർക്കാർ പദ്ധതികളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. വരുമാനം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് കാണേണ്ടതുണ്ട്. അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന രീതിയിലാണ് കിഫ്ബി വന്നത്. പക്ഷേ കിഫ്ബിക്ക് സംഭവിച്ചൊരു പിന്നീട് കുഴപ്പമെന്ന് പറയുന്നത് അതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങളെല്ലാം അതിനി തെളിയിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കുകയും അത് തിരുത്തപ്പെടുകയും വേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി അതിനുണ്ടായ ഒരു പ്രശ്നം, അത് കടം വാങ്ങിക്കുന്ന കിഫ്ബി സ്വന്തം നിലയിൽ കടം വാങ്ങിക്കുന്ന തുകയെല്ലാം തന്നെ നമ്മളുടെ ധനകമ്മിയിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. കേന്ദ്ര സർക്കാരിൻ്റെ നിർബന്ധിതമായിട്ടുള്ള റൂൾ പ്രകാരം അങ്ങനെ അതിലേക്ക് ഉൾപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേട്ടമില്ലാണ്ടായി.
അപ്പോൾ നമുക്കതിൻ്റെ പുറത്ത് കടമെടുക്കാനുള്ള ഒരു സാധ്യത എന്ന രീതിയിലാണ് കിഫ്ബിയെ കണ്ടിരുന്നത്. ബഡ്ജറ്റിന് പുറത്ത് കടമെടുക്കാനുള്ള ഒരു സാധ്യത എന്ന രീതിയിലാണ്. പക്ഷേ അതെടുക്കുന്ന കടമെല്ലാം തന്നെ നമ്മളുടെ ബഡ്ജറ്റിനകത്തേക്ക് കൊണ്ടുവന്ന് ധനകമ്മിയിലേക്ക് കൂട്ടാൻ തുടങ്ങിയപ്പോഴേക്ക്, ധനകമ്മിക്കകത്ത് അത് ഉൾക്കൊള്ളിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് അതൊരു പ്രസക്തിയില്ലാണ്ടായി മാറി. അപ്പോൾ അതുകൊണ്ടിട്ട് കിഫ്ബി സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തുടങ്ങിയെടുത്തെന്ന് വെച്ച് എന്തിനാണോ തുടങ്ങിയത് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം ഇന്ന് കുറഞ്ഞുപോയി, ഇന്നില്ലാണ്ടായിരിക്കുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, കിഫ്ബി ഈ നമ്മളധികം ചെലവഴിക്കുന്ന നമ്മൾ മൂലധന ചെലവിലേക്ക് നടത്തുന്ന ചെലവുകൾ അത് കൃത്യമായും കാര്യക്ഷമമായിട്ടും പിന്നീട് വിനിയോഗിക്കാനായിട്ട് ഇത്തരം ഒരു ഏജൻസിയെ വേണമെങ്കിൽ നിലനിർത്താം. അങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കുന്നത് ഗുണകരമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് സർക്കാർ ഒരു 100 രൂപ ചെലവഴിക്കാനായിട്ട് മൂലധന ചെലവിന് കൊടുത്തു കഴിഞ്ഞ് തീർന്നാൽ അതിൽ പല ലീക്കേജും അഴിമതിയും ഒക്കെ നടന്നിട്ട് അതിൻ്റെ പകുതി പോലും പലപ്പോഴും എത്താറില്ല. അതൊഴിവാക്കാനായിട്ട് കിഫ്ബി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാവുന്നതാണ്. ഏത് രീതിയിലാണ് ഗവൺമെൻറ് മാറി ചിന്തിക്കുക എന്നുള്ളത് വരും കാലങ്ങളിലേ നമുക്കറിയാൻ കഴിയുള്ളൂ. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നും ഒരു ജനപ്രിയ ബഡ്ജറ്റ് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, ജനപ്രിയ ബഡ്ജറ്റ് എന്നൊന്നാവില്ല. ജനപ്രിയ ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിക്കേണ്ട ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ചില പ്രഖ്യാപനങ്ങളുണ്ടാവും. ഇപ്പോൾ കേൾക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് സന്തോഷിക്കുന്ന ചില തീരുമാനങ്ങളുണ്ടാകും. അതേസമയം തന്നെ ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില പ്രഖ്യാപനങ്ങളുണ്ടാകും. എന്തായാലും തുകയൊന്നും ഇപ്പോൾ കയറി കൂട്ടാനൊന്നും ഇനി പോകുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടൊരു ഭയങ്കര ജനപ്രിയ ബഡ്ജറ്റ് ഇലക്ഷൻ സമയത്ത് പ്രഖ്യാപിക്കുന്നത് പോലെ ഒരു ബഡ്ജറ്റ് ഇപ്രാവശ്യം അങ്ങനെ നടത്തേണ്ട കാര്യമില്ല. അങ്ങനെ നടത്തുന്നെങ്കിൽ അത് മണ്ടത്തരവുമായിരിക്കും. മറിച്ച് ചെയ്യേണ്ടത് വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല ഫ്രെയിംവർക്ക്, നല്ല ചട്ടക്കൂട് ഈ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടാകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ജനപ്രിയ ബഡ്ജറ്റ് പോലെ തന്നെ ഒരു ചട്ടക്കൂടുള്ള, അതായത് ഒരു ദീർഘവീക്ഷണമുള്ള ബഡ്ജറ്റ് തന്നെയാണ് എല്ലാ സാമ്പത്തിക വിദഗ്ധരും മുഖ്യമന്ത്രി വി ഡി സതീശനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്.